അതുകൊണ്ടാണ് ഒരു കാക്കായ്ക്ക് വന്നിട്ട് എന്നോട് ചത്തില്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്നത്. കാരണം എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് സഹലെ, നബി ചത്തിട്ട് 3 ദിവസം കിടന്ന് ഈച്ച അരിച്ചതുപോലെ ഈ കാലഘട്ടത്തില് ഞാൻ ചത്താൽ ഈച്ച അരിക്കില്ല. അങ്ങനെ ഒരു സമാധാനമുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ കേരളത്തിന്റെ മത രാഷ്ട്രീയ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ധാരണ UDFനെ ഒരു തീവ്രവാദ മുന്നണിയാക്കി മാറ്റിയിട്ടുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയക്കാര് പോലും ഇസ്ലാം മതത്തെ പ്രീണിപ്പിച്ചും മുറിയൻ നേതാക്കന്മാരെ സുഖിപ്പിച്ചുമുള്ള നയങ്ങളും നിലപാടുകളും മാത്രം സ്വീകരിക്കുന്ന ഒരു രൂപത്തിലേക്കായി മാറിയിരിക്കുന്നത്. പകല് പച്ചക്കൊടിയും രാത്രി ചെങ്കൊടിയും കാണിക്കുന്ന രൂപത്തിലേക്ക് ഇവർക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഇൻഷാ അല്ലാ ഇൻക്വിലാബ് എന്ന മുദ്രാവാക്യം പരോക്ഷമായി ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. അതിനെ ഇടതനായിരുന്നാലും ശരി, വലതനായിരുന്നാലും ശരി. അതുകൊണ്ടാണ് അവർക്ക് ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന, ഇസ്ലാം മത തീവ്രവാദികൾ ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള വർഗീയതയും വിഭാഗീയതയും മനസ്സിലാക്കാനോ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാനോ സാധിക്കാതെ പോകുന്നത്. ഈ സാഹചര്യം അത്യന്തം അപകടകരമാണ്. 4 വോട്ടിനു വേണ്ടി കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ കാല് നക്കുന്ന രാഷ്ട്രീയക്കാർ, എന്തും ചെയ്യാൻ മടിക്കാത്ത ഇവർ താൽക്കാലിക താല്പര്യങ്ങളും അധികാര കസേരകളും മാത്രം ഉദ്ദേശം വച്ച്, ലക്ഷ്യം വച്ച്, അത് മാത്രം പരിഗണിച്ച് ദീർഘകാല പ്രത്യാഘാതങ്ങളെ, രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളെയൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം വർഗീയതകളെയും വിഭാഗീയതകളെയും ഒന്നും ചെറുക്കാനോ പ്രതികരിക്കാനോ ഇവർക്ക് സാധിക്കാതെ പോകുന്നത്. കോൺഗ്രസിന്റെ ആയിരുന്നാലും ലീഗിന്റെ ആയിരുന്നാലും നേതൃത്വം ഇത്തരം തീവ്രവാദങ്ങളെ ഒന്നിനെയും എതിർക്കാതെ മുന്നോട്ട് പോകുന്നത്. ഇടതന്റെ ആണെങ്കിലും വലതന്റെ ആണെങ്കിലും ലീഗിന്റെ ആണെങ്കിലും ഒക്കെ ഇതിന്റെ പിന്നിൽ അണിചേർന്ന് നിൽക്കുന്ന മത നിരപേക്ഷ ചിന്താഗതിക്കാർ, ഇതര മതവിഭാഗങ്ങൾ ഈ നീക്കത്തെ അംഗീകരിക്കുന്ന, ആത്മഹത്യാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വളരെ ഉയർന്നു വരേണ്ടുന്ന ഒരു ചോദ്യമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വസ്തുതയുമാണ്. സാമ്പത്തിക നയത്തിൽ വ്യത്യാസമില്ലെങ്കിലും BJPയെ പോലെ അല്ല കോൺഗ്രസിനെ വിലയിരുത്തുന്നത്. പലപ്പോഴും ചാഞ്ചാടുകയും വെള്ളം ചേർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മതനിരപേക്ഷ സ്വഭാവമാണ് പൊതുവെ എല്ലാവരും ഈ പാർട്ടിയിൽ വെച്ചു കെട്ടുന്നത്. പക്ഷേ അവർ മൃദു ഇസ്ലാമിക സമീപനം സ്വീകരിക്കുന്നുണ്ട്, മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വിധേയത്വം സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് എതിർക്കാൻ സാധിക്കാതെ പോകുന്നത്. ജനാധിപത്യത്തെ പബ്ലിക്കായിട്ട് നിരസിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ വെൽഫെയർ പാർട്ടി. അവരുടെ ഹമാസ് പ്രീണനത്തെ പോലും എതിർക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും പാർലമെന്ററി സമ്പ്രദായത്തെയും അംഗീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ ഭരണം വരണം, അത് സ്ഥാപിക്കപ്പെടണം. അങ്ങനെ ഈ ഇസ്ലാം മത തീവ്രവാദികൾ ചെയ്യുന്ന എല്ലാത്തരം നയങ്ങളോടും മൃദു സമീപനം സ്വീകരിച്ച് രാജ്യത്തെ ബാധിക്കുന്ന രൂപത്തിൽ അവരുടെ തീവ്രവാദം വളർന്നാൽ പോലും അതിനെ എതിർക്കാൻ സാധിക്കാത്ത സംഘടനയായി ഇവർ മാറുന്നത് അതുകൊണ്ടാണ്. മനുഷ്യരുടെ നിയമനിർമ്മാണമല്ല വേണ്ടത് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മാത്രം ഒരു രാജ്യവും ഇസ്ലാമിക രാഷ്ട്രമാകില്ല എന്നും ഇസ്ലാമിക നിയമമനുസരിക്കുന്ന രൂപത്തിൽ ഒരു രാഷ്ട്രം, ഒരു ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിക്കണം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ച സംഘടന നിരോധിക്കപ്പെട്ടെങ്കിലും ശരി, ആ സമീപനം അതേപോലെ തന്നെ ഇക്കൂട്ടർ രഹസ്യമായും പരസ്യമായും പിന്തുടരുന്നുണ്ട്. ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടാൽ, സിമി നിരോധിക്കപ്പെട്ടാൽ, NDFും PFIയും നിരോധിക്കപ്പെട്ടാൽ അതിന് പിന്നാലെ ഒന്നിനൊന്നായി അടുത്ത സംഘടന വരികയാണ്. മതം രാഷ്ട്രീയത്തിലും
രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത് എന്ന് പറയുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാം രാഷ്ട്രീയ മതമാണ് എന്നും രാഷ്ട്രീയ അധികാരം അവിഭാജ്യ ഘടകമാണെന്നും ഇവര് വാദിക്കുന്നുണ്ട്. സംഘപരിവാര പ്രവർത്തന രീതികളാണ് ഇവര് പിന്തുടരുന്നത്. ഇവർക്ക് സംഘപരിവാറിനെ വിമർശിക്കാൻ എന്ത് റൈറ്റ്സ് ആണുള്ളത്? എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ സമാനമായ ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയ അധികാരം എന്തിനാ? രാഷ്ട്രത്തിന് വേണ്ടിയാണ് സംഘപരിവാര രാഷ്ട്രീയം അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും അതിനുവേണ്ടി നിലകൊള്ളുന്നതും. ഇസ്ലാം മത രാഷ്ട്രവാദക്കാരുടെ ലക്ഷ്യം എന്താണ്? അതായത് തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി മതത്തെയും രാഷ്ട്രീയത്തെയും അവർ ദുരുപയോഗം ചെയ്യുന്നു. സമൂഹത്തെ സ്വാധീനിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ എന്തിനാണോ സാധിക്കുന്നത് ആ മാധ്യമം അവരുപയോഗപ്പെടുത്തുന്നു. ജൂതനെ തെറി പറയാൻ ജൂതനുണ്ടാക്കിയ മീഡിയയാണ് നല്ലത് എന്നവർ വിചാരിക്കുന്നു. ഹലാലായ മതത്തെ പഠിപ്പിക്കാൻ മതം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ ഹറാം എന്ന് പറയുന്ന സിനിമയാണ് നല്ലതെങ്കിൽ ശരി, ആ ആശയം എടുക്കാം. വായന, മീഡിയ സ്വാധീനങ്ങൾ, ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഇവരുടെ ആശയം പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മതമൗലികവാദ പ്രചാരവേല നടത്തുന്ന ഇടതു വലതു രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാൻ സമയമായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മൗദൂദിയുടെ ഇസ്ലാം മത രാഷ്ട്രവാദത്തിന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ മതേതര പാർട്ടിയായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരിക്കും. താൻ ജനിച്ച സ്ഥലവും പ്രവർത്തിക്കുന്ന കേന്ദ്രവും ജീവിക്കുന്ന രാജ്യവും ഇന്ത്യക്കകത്തായിട്ട് പോലും ഈ രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കാതെ പാകിസ്ഥാനെ ജയ് വിളിച്ച് പാകിസ്ഥാനാണ് ശരിയെന്ന് പറഞ്ഞ് പാകിസ്ഥാനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത മൗദൂദി, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം രൂപം കൊടുത്ത പ്രസ്ഥാനം, അതാണ് ജമാഅത്തെ ഇസ്ലാമി. പാകിസ്ഥാനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശകരിൽ പ്രധാനി ആരായിരുന്നു? അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രവും ആശയവും. ഇവരെ എങ്ങനെയാണ് സെക്യുലർ പാർട്ടിക്കാർ അംഗീകരിക്കുന്നത്? ഇവർക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ഇവരോട് ശക്തമായ യാഥാർത്ഥ്യ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ? ഇസ്ലാം മത രാഷ്ട്രവാദക്കാരെ, ജനാധിപത്യ വിരുദ്ധരെ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ?